പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ഹല്ലേലൂയ. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേരുകൾ തന്നെ ഇട്ടു. ഇസഹാക്കിനെ കുറിച്ച് ഇതാ വേദപുസ്തകം പറയുന്നു, തൻ്റെ പിതാക്കന്മാർ കുഴിച്ച കിണറുകൾ ഫെലിസ്തീർ മണ്ണിട്ട് മൂടിക്കളഞ്ഞപ്പോൾ അവൻ പിന്നെയും കുഴിച്ചു. എവിടെയാണോ ശത്രു മണ്ണിട്ട് മൂടിയത്, എവിടെയാണോ നന്മകളെ ശത്രു അടച്ചത്, അതേ സ്ഥലത്ത് കിണറുകൾ കുഴിച്ച് ഹല്ലേലൂയ ഒരു രഹോബോത്ത് ഉണ്ടാക്കിയവനത്രേ ഇസഹാക്ക്. ഇന്ന് പകൽക്കാലവും പരിശുദ്ധ ആത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദൂത്, ഹല്ലേലൂയ, കർത്താവ് ഈ ദിവസങ്ങളിൽ മണ്ണിട്ട് മൂടിക്കളഞ്ഞ, ശത്രു അടച്ചു കളഞ്ഞ ചില നന്മകളെ തരും. ഈ രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് അത് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര പേരത് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നന്മ മുടക്കുന്നവനല്ല, അവൻ നന്മയുടെ ഉറവിടമത്രേ. ദൈവം ഒരു നന്മയെ ഒരുക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി നന്മകൾ കരുതുമ്പോൾ പലപ്പോഴും അതിന് വിരോധമായി ശത്രു പ്രവർത്തിക്കും. നന്മ വരുമ്പോൾ ആ നന്മയ്ക്ക് വിരോധമായി ശത്രു പ്രവർത്തിച്ചിട്ട് അതിനെ മണ്ണിട്ട് മൂടിക്കളയുവാൻ ശ്രമിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ് 12-ാം വാക്യം. ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു, ഇസഹാക്കിന് 100 മേനി വിളവ് കിട്ടി. ഇസഹാക്ക് ഹല്ലേലൂയ വർദ്ധിച്ച് 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 മഹാധനവാനായി തീർന്നു. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അവനോട് അസൂയ തോന്നി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നന്മ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ശത്രുവിന് അസൂയ തോന്നും. എന്നാലും പ്രിയരെ, ഹല്ലേലൂയ, ശത്രു എത്ര അസൂയപ്പെട്ടാലും ഉയർത്തിയത് ദൈവമാണോ, മാനിച്ചത് ദൈവമാണോ, ഒരു കരവും നിന്റെ നേരെ പ്രബലപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ വരികയില്ല. ദൈവം നന്മയെ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിൻ്റെ തന്ത്രത്തെ ദൈവം, അതിന് വിരോധമായി വരുന്ന എല്ലാ ശത്രുവിൻ്റെ തന്ത്രത്തെയും കർത്താവ് നിർവീര്യമാക്കി കളയും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ദൈവം ഒരുക്കിയ ചില നന്മകൾ ശത്രു മണ്ണിട്ട് മൂടിയത്, ശത്രു തടസ്സം വെച്ചത് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരും. ദൈവം നമുക്ക് നന്മ തരാൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. പിതാക്കന്മാർ കുഴിച്ച കിണറാ, പിതാക്കന്മാർ ഉണ്ടാക്കിയ ഉറവകളാ, പിതാക്കന്മാർ തന്ന നന്മകളാ. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ മണ്ണൊന്നു മാറ്റി അവിടെ വീണ്ടും വെള്ളം കണ്ടെത്തി എന്ന് വേദപുസ്തകം പറയുന്നു. വീണ്ടും വെള്ളം കണ്ടെത്തുക മാത്രമല്ല, അപ്പനിട്ട പേര് അവനിട്ടു. ഇത് ദൈവം ആർക്കു വേണ്ടിയേ ഈ ഉറവ കൊടുക്കുന്നത്, ആർക്കു വേണ്ടിയേ ഈ നന്മയുടെ വാതിൽ തുറക്കുന്നത്? ഒന്ന് ഹല്ലേലൂയ നാം പറയാം, ഹല്ലേലൂയ വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഇസഹാക്ക് ഒരു വാഗ്ദത്ത സന്തതിയാ. വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ വാഗ്ദത്ത സന്തതിയാണോ? നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്താൽ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രിയരെ, ഈ ദൂത് നിങ്ങളോടാ. ഹല്ലേലൂയ. എത്ര പേരൊന്ന് വിളിച്ചു പറയാൻ പറ്റും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ഉണ്ടായവനാ, എന്നെ അതിശയകരവും ഭയങ്കരവുമായി ദൈവം സൃഷ്ടിച്ചതാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ പേര് പ്രസ്താവിച്ച് എന്നെക്കുറിച്ച് പദ്ധതിയുള്ള ഒരു അപ്പൻ എനിക്കുണ്ട്. അപ്പൻ എന്നെ ഉണ്ടാക്കിയോ, അപ്പൻ എനിക്ക് വേണ്ടിയുള്ള എല്ലാ നന്മയും കരുതിയിട്ടുണ്ട്. അതിനെ മണ്ണിട്ട് മൂടിയാലും അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് എനിക്കുണ്ട്. ഒന്ന് ധൈര്യത്തോടെ ആമീൻ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. നിങ്ങളുടെ നന്മയുടെ ഉറവ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ വിളിച്ചു പറയട്ടെ, എൻ്റെ ഉറവകളൊക്കെയും കർത്താവിൽ നിന്നാണ്, എൻ്റെ നന്മ വരുന്നത് കർത്താവിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെ തടയാൻ, അതിൻ്റെ കല്ല് വെച്ചതിനെ അടച്ചു വെക്കാൻ ആർക്കും പറ്റത്തില്ല. കല്ലുകൊണ്ട് മൂടിയാലും കല്ലുരുട്ടി മാറ്റി നന്മയെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ അപ്പൻ വിശ്വസ്തനാ. 2 ഹല്ലേലൂയ ഇസഹാക്ക് ആരാ?
ഇസഹാക്ക് അനുസരണമുള്ള ഒരു ദൈവ പൈതല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്ക് ഇസഹാക്കിൻ്റെ അനുസരണത്തെ കാണാൻ സാധിക്കും. ഇസഹാക്കിൻ്റെ അനുസരണം ഹല്ലേലൂയ ക്ഷാമകാലത്ത് പോലും കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിക്കുന്നവന്. സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്, നിങ്ങൾ കർത്താവിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കുമെന്ന് സങ്കീർത്തനക്കാരനും വിളിച്ചു പറയുന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നിന്റെ വഴികൾ യഹോവയിൽ ഭരമേൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇസഹാക്ക് കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിച്ച വ്യക്തിയെങ്കിൽ ഇസഹാക്കെ നിന്റെ ഉറവയടയ്ക്കാൻ, നിന്റെ നന്മയടയ്ക്കാൻ ഒരു അന്ധകാര ശക്തി ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലവും പിതാക്കന്മാർ കുഴിച്ച കിണറുകളെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. പിതാക്കന്മാർ ഒരുക്കിയ നന്മയെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അപ്പൻ കരുതിയ ഉറവകളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് തരുമാറാകട്ടെ. ഒന്ന്, ഇസഹാക്ക് ഒരു വാഗ്ദത്ത സന്തതി. രണ്ട്, ഇസഹാക്ക് ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി. മൂന്നാമതായി ഹല്ലേലൂയ ഇസഹാക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇസഹാക്ക് അധ്വാനിക്കുന്ന വ്യക്തി എത്രേ. ഒരു കിണർ കുഴിച്ചു, അതിനകത്ത് വെള്ളം കണ്ടെത്തപ്പോൾ ശത്രു ശണ്ടയിട്ടു, ശത്രു വഴക്കുണ്ടാക്കി, അവൻ വീണ്ടും അടുത്തത് ചെയ്തു, വീണ്ടും അടുത്തത് ചെയ്തു. മടുപ്പില്ലാതെ വേല ചെയ്യുന്ന, അധ്വാനിക്കുന്ന സ്വഭാവമുള്ള ഉത്സാഹിയായ ഒരു മനുഷ്യൻ. ഇന്ന് പകൽക്കാലവും ഉത്സാഹികളെ നിങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ട്. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ ഇളച്ചിരിക്കരുതെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തര. നമുക്ക് വേണ്ടി ഉറവയുണ്ട്, നമുക്ക് വേണ്ടി നന്മയുണ്ട്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചാട്ട്, മടുപ്പ് കൂടാതെ പ്രവർത്തിച്ചാട്ട്, മടുപ്പ് കൂടാതെ ദൈവത്തെ ആരാധിച്ചാട്ട് നിങ്ങളുടെ കൈയുടെ അധ്വാന ഫലത്തെ തരുന്ന ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലവും ഇസഹാക്കിനെ മാനിച്ച ദൈവം അവൻ നമ്മുടെ അപ്പനാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.